കോൺഗ്രസിന്റെ പ്രതിനിധി ബേസിൽ പാറക്കുടിയിലേക്കാണ്. ശ്രീ ബേസിൽ പാറക്കുടി, കഴിഞ്ഞ 2 ദിവസമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നീക്കങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ നടപടികളെ കാണുന്നത്? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട്സ് ദ മാറ്റർ ബിഹൈൻഡ് ദ സ്ട്രൈക്ക്, അല്ലെങ്കിൽ ഈ സമരത്തിന്, ഈ പ്രൊട്ടസ്റ്റിന്, ഈ ക്യാമ്പയിന്റെ പിന്നിലുള്ള മാറ്റർ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ സഹ പാനലിസ്റ്റ് ആയിരിക്കുന്ന ഇത്രയും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കെ രാംകുമാർ, അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കാര്യം പറയാം. ഭീമമായ തുക ചെലവാക്കി ആളുകളെ ഇറക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം പറയാം, ഭീമമായ തുക ചെലവാക്കി ഇറക്കി എന്നൊക്കെ പറയുമ്പോൾ സാമാന്യ യുക്തിക്ക്, താങ്കൾക്ക് ഇത്രയും പ്രായമുള്ള ഒരു അഭിഭാഷകനായിട്ടുള്ള ആളാണ് താങ്കൾ, താങ്കൾക്ക് ചിന്തിക്കാം, ഇന്ത്യയിലെ യുവത, ഇന്ത്യയിലെ യൂത്ത്, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം സമരത്തിനായി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല അതൊക്കെ. എവിടെ നിന്ന് ആര് പറഞ്ഞു താങ്കളുടെ അടുത്ത് ഭീമമായ തുക ഇറക്കുന്നത്? അപ്പൊ ഇങ്ങനെ ഇന്ത്യയിലെ യുവാക്കളെ, ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ, ഉദ്യോഗാർത്ഥികളെ ഇത്തരത്തിലേക്ക് ക്യാരക്ടറൈസ് ചെയ്ത് വിടാനുള്ള അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നും വേണ്ട. അത് എത്ര വലിയ ആളാണെങ്കിലും അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റിനൊന്നും ആവശ്യമില്ല. ഇത് ന്യായമായ ഒരു സമരം, ആ ന്യായമായ സമരത്തെ അടിച്ചമർത്തുകയും ചെയ്തു. എന്നിട്ട് വന്നിട്ട് ഇങ്ങനത്തെ വർത്താനം പറയുന്നത് ശരിയല്ല. ആ വർത്താനം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വർത്താനമല്ല. പിന്നെ ഇപ്പോൾ നടക്കുന്നത് അരാജകത്വമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഇവരുടെ കാര്യത്തിലെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇക്കാര്യത്തിലെ ഗൗരവം കൃത്യമായിട്ട് ഇന്ത്യയിലെ അരിയാഹാരം കഴിക്കുന്നത് മാത്രം ഇന്ത്യയിലെ എല്ലാ യുവാക്കൾക്കും, ഇന്ത്യയിലെ എല്ലാ ചെറുപ്പക്കാർക്കും എല്ലാവർക്കും മനസ്സിലായി ഈ സമരത്തിന്റെ ഗൗരവം എന്നുള്ളത്. ഇത്രയും വലിയ ഗൗരവമായ മാറ്റം മനസ്സിലാകാത്തത് ഇന്ന് ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രമാണ് ഈ മാറ്റർ എന്താണെന്നതിന്റെ, ആ മാറ്ററിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകാത്തത്. ഒരു പക്ഷേ BJPക്കും അതിന്റെ മാറ്റർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, അതായത് CJP അദ്ദേഹം, ഞാൻ CJP ന്യായീകരിച്ചു, പക്ഷേ CJP അദ്ദേഹം നമുക്ക് എല്ലാവർക്കും പറയാം CJP എങ്ങനെയാണ് ഫോം ചെയ്ത് നമുക്ക് എല്ലാവർക്കും പറയാം. ഈ പറയുന്ന സുപ്രീം കോടതി വന്നൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തുണ്ടായ ഒരു പാർട്ടിയാണ് CJP, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആണ് CJP. ചൈനീസ് ജനതാ പാർട്ടി എന്നും കോക്രോച്ച് ജമാഅത്ത് പാർട്ടി എന്നും ഒക്കെ അവിടെ ഇരുന്നോട് ഇത്രയും, അതായത് ഒരു നിയമ വിദഗ്ധൻ എന്ന് പറഞ്ഞ് അണ്ടർലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് അങ്ങനെയൊന്നും പറയാൻ കൊള്ളില്ല. അതായത് കോക്രോച്ച് ജമാഅത്ത് പാർട്ടി, ചൈനീസ് ജനതാ പാർട്ടി എന്നൊക്കെ അങ്ങനെയാണ് താങ്കൾ അതിനെ ക്യാരക്ടറൈസ് വിശേഷിപ്പിച്ചു പോയത്. പിന്നെ വ്യക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് അത്ര ഇങ്ങനെ CJP വിഷയം. എന്ത് ഇന്റലിജൻസ് റിപ്പോർട്ടാണ്? ആ റിപ്പോർട്ട് പുറത്തോട് എവിടെ ഇന്റലിജൻസ്? താങ്കൾക്ക് മാത്രം, താങ്കൾ നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞോ ഇന്റലിജൻസ് റിപ്പോർട്ട്? അപ്പൊ അങ്ങനത്തെ വർത്താനം വേണ്ട. അങ്ങനെയാണെങ്കിൽ താങ്കൾ ആദ്യം പോയിട്ട് BJPയെ ബിസിനസ് ജനതാ പാർട്ടി എന്ന് വിളിക്കുക. ഈ പറയുന്ന നിതിൻ ഗഡ്കരിയുടെ മോന് മാത്രമേ അതിനോടെ കമ്പനി അങ്ങ് എഴുതി കൊടുത്തല്ലോ, പോയി ബിസിനസ് ജനതാ പാർട്ടി എന്ന താങ്കൾ പോയി BJP വിളിക്കുക. അപ്പൊ അതുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ, ന്യായമായ ഒരു സമരം നടക്കുമ്പോൾ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അതിന്റെ അപ്പുറത്ത് വന്നുകൊണ്ട് സമരക്കാരെ ആവശ്യമില്ലാതെ പൈസ ഇറക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് കൊണ്ടാ. ഇത് ന്യായമായ സമരമാണ്. ശ്രീ ബേസിൽ പാറക്കുടി, ഇടപെടുന്നതിൽ അങ്ങ് കുറച്ച് സംസാരിച്ചു, അതിനുശേഷമാണ് ഞാൻ ഇടപെടുന്നത്. നോക്കൂ, ഈ ജന്തർ മന്ദിറിൽ ഒരു സെക്കൻഡ് താങ്കൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഒരക്ഷരം വേണ്ടി വാങ്ങുക. ഇത്ര വൃത്തിയുടെ സ്റ്റേറ്റ്മെന്റ് അക്ഷരം വേണ്ടിയോ? ഞാൻ പറയുമ്പോൾ എനിക്കറിയാം, ഇടപെട്ടോ, എനിക്ക് പ്രശ്നമില്ല. താങ്കളൊന്ന് പറയൂ. ജന്തർ മന്ദിറിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എത്രയോ ആളുകളാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അവിടെ രാത്രികളിൽ ട്രക്ക് കണക്കിന് അവിടെ ഭക്ഷണ സാധനങ്ങൾ എത്തുകയാണ്. അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പുതപ്പുകൾ, ബ്ലാങ്കറ്റുകൾ ഇതൊക്കെ വിതരണം ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഫണ്ട് സമാഹരണമില്ലാതെ, ഇത് ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടന ഈ സമരം ഇരിക്കുന്ന ആളുകളിലേക്കൊക്കെ ഇത്രയധികം കോടിക്കണക്കിന് രൂപ വില വരുന്ന സാധനങ്ങളൊക്കെ എത്തിച്ചു നൽകും എന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ ആർക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? അവിടെ എത്തുന്ന ഭക്ഷണ സാധനങ്ങളുടെ ക്വാളിറ്റി അടക്കം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാണ്. വില കൂടിയ ഭക്ഷണങ്ങളാണ് അവിടെ എത്തുന്നത്. ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയ് സമൂഹ മാധ്യമത്തിൽ ജന്തർ മന്ദിറിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഈ ഒറ്റ ദിവസം എനിക്ക് 100-ലധികം ഓർഡറാണ് ഇവിടേക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ എത്തിയത്. ആ ഭക്ഷണം വിതരണം ചെയ്യാനുള്ള ഓർഡറുകൾ ലഭിക്കുന്നത് സൗദി അറേബ്യ, ഖത്തർ, ബംഗ്ലാദേശ് ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും. അവിടെ നിന്ന് ആളുകൾ ഇങ്ങനെ സ്പോൺസർ ചെയ്ത് വിടുകയാണ്. അപ്പോൾ നീറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം, അത് 90%, 99% പരിഹരിക്കപ്പെട്ട ഒരു വിഷയമാണ്.
എന്താണ് ഇത്ര വലിയൊരു താല്പര്യം ഈ രാജ്യത്തിന്റെ പുറത്തു നിന്നുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിൽ ഈ ജന്തർ മന്ദറിലെ ആ സമരക്കാരെ ഇത്രമാത്രം തീറ്റിപ്പോറ്റുന്നതിന് എന്താണ് ഇത്ര താല്പര്യം എന്ന് അങ്ങ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള ലേബൽ മാറ്റിവെച്ചുകൊണ്ട് ഒരു സാധാരണ പൗരൻ ചിന്തിക്കുന്ന രീതിയിൽ ഒന്ന് ചിന്തിച്ചിട്ട് ഇതിന് മറുപടി പറയൂ ശ്രീ ബേസിൽ പാറേക്കുടി. ഞാൻ ആൻസറിന്റെ ഇടയ്ക്ക് ആങ്കർ കയറി ഞാൻ കൃത്യമായി ആൻസർ ചെയ്യും. ഇത് ആങ്കർ പറഞ്ഞത് അവിടെ ഭക്ഷണം എത്തി, അവിടെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്വിഗ്ഗിയിൽ നിന്നും സൊമാറ്റോയിൽ നിന്നൊക്കെ ആളുകൾ ഈ പറയുന്ന പോലെ ഇതെത്തി എന്ന് പറയും. അത് ആങ്കർ പറയുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ആങ്കർ പറഞ്ഞൊരു വർത്താനമുണ്ട്, സൗദി അറേബ്യ എന്നും ഖത്തറിൽ നിന്നും ഒക്കെ എത്തി. അത് ആങ്കർ ഏത് കമ്മ്യൂണിറ്റിയെ ഉദ്ദേശിച്ച് എങ്ങനെ എത്തരത്തിൽ ഒളിയം പെയ്താണ് ആ വർത്താനം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനും പറയുന്ന പോലെ സാമാന്യ ബോധമുള്ള മനുഷ്യനാണല്ലോ, ഞാൻ ഓൾസോ ആൻ ഇൻഡിവിജ്വൽ. എനിക്ക് മനസ്സിലായി താങ്കൾ ഏത് കമ്മ്യൂണിറ്റി ഉദ്ദേശിച്ചാണ് ആ വർത്താനം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇന്ന് താങ്കൾ ഉദ്ദേശിക്കുന്ന അതേ സംഗതി തന്നെയാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത്. ഇങ്ങനത്തെ അഭ്യാസമൊന്നും വേണ്ട. താങ്കൾ പറഞ്ഞപ്പോ മിണ്ടിയില്ലല്ലോ, ഞാൻ എന്റെ വർഷം ഞങ്ങളോട് നമുക്ക് സംസാരിക്കാം. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ താങ്കൾ ഉദ്ദേശിച്ച അവര് മാത്രമല്ല ആങ്കർ, ഈ രാജ്യത്തുള്ള അവിടെ താങ്കൾ ഉദ്ദേശിച്ച പച്ചയ്ക്ക് പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിച്ച പോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ മാത്രമല്ല അവിടെ സമരം ചെയ്തത്. അവിടെ സമരത്തിന് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ പാഴ്സി എന്നോ സിഖ് എന്നോ ഒന്നും ഒരു വിവേചനവും ഇല്ലാതെ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാർ ഒരുമിച്ചുകൊണ്ടാണ് ആ യൂത്ത് മൂവ്മെന്റിന് അവരെല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുള്ള അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പാണ് അവിടെ ഉള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, താങ്കൾ പറഞ്ഞല്ലോ ഈ പറയുന്ന ഫുഡ് എത്തി എന്ന് പറഞ്ഞല്ലോ, കേരളത്തിലെയും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരും കേരളത്തിലെയും ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരും കേരളത്തിലെയും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളും അവിടെയുള്ള സമരത്തിനുള്ള ആളുകൾക്ക് ഫുഡ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുഡ് ഇവിടുന്ന് എന്തുകൊണ്ടാണ്? മാനസികമായ സമരത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പക്ഷേ എത്തിപ്പെടാൻ പറ്റാത്തവർക്ക്, പല രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഇന്ത്യയിലെ യൂത്തിന് വേണ്ടി നടന്ന പ്രൊട്ടസ്റ്റിന് ഭക്ഷണം ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വേറൊരു തരത്തിലേക്ക് സൗദി അറേബ്യയിൽ എന്റെ സുഹൃത്തുക്കൾ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അതുപോലെ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എത്രയോ ആളുകൾ അവിടെ എത്തിപ്പെടാൻ പറ്റാത്തവർ, അവിടെ സമരക്കാർക്ക് സമരത്തിനിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം ഓർഡർ എന്ത് തെറ്റാ ഉള്ളത്? നിങ്ങൾക്കൊക്കെ മനുഷ്യത്വമുണ്ടോ? സമരത്തിന് ആളുകൾക്ക് ഭക്ഷണം ഓർഡർ തെറ്റാണത്രേ. എന്ത് തെറ്റാ ഉള്ളേ? ഒരു തെറ്റുമില്ല. സമരത്തിന് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്ത് തെറ്റാ? ആ തെറ്റ് എന്താണെന്നും ഈ വികാരം എന്തിനു വേണ്ടിയാണെന്നും മനസ്സിലാക്കാത്തത് താങ്കളുടെ ഒരു തരത്തിൽ ദേശീയബോധമില്ലായ്മയാണ്. വളരെ കൃത്യമായി അത് തുറന്നു കാണിക്കുന്നത്. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് 50 കോടിയോളം രൂപയുടെ ഫണ്ട് ഒഴുക്കാണ് ഈ ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വളരെ കൃത്യമായി പുറത്തു വരുന്നുണ്ട്. ശ്രീ ബേസിൽ പാറേക്കുടി, ഇതിന്റെ അടിയറ നീക്കങ്ങൾ എന്തായിരുന്നു എന്നതുകൂടി വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ എത്രയൊക്കെ ഉരുണ്ട് കളിക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ രാഷ്ട്രീയമായി ഈ അവസരം ഉപയോഗപ്പെടുത്തി എത്രയൊക്കെ കളിക്കാൻ ശ്രമിച്ചാലും അതൊക്കെ ജനങ്ങളുടെ മുന്നിൽ വളരെ കൃത്യമായി വരുന്നുണ്ട്.